Hi friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ഹാങ്ങർ ആണ്. മാക്രീം യൂസ് ചെയ്തിട്ടാണ് ഈ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മാക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ആമസോണിലാണ് ഞാൻ മേടിച്ചത്. ഇത് തന്നെ 2 സ്ട്രാൻഡ് 3 സ്ട്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ 3 സ്ട്രാൻഡ് ആണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 3 ചരടുകൾ കൂട്ടി പിരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ 2 സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ 2 ചരടേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ചെറിയൊരു ചെടിയൊക്കെ വെക്കാൻ, ഇപ്പോൾ ഒരു മണി പ്ലാന്റിൻ്റെ ചെറിയൊരു പോർഷനൊക്കെയാണ് വെക്കണമെങ്കിൽ 3 സ്ട്രാൻഡൊക്കെ ധാരാളമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഷെൽഫുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 5 സ്ട്രാൻഡൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല തടിയുള്ള ഇതുപോലത്തെ മാക്രൈംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ കുറച്ച് ബീഡ്സ്, ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബീഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സിസർ വേണം, അതുപോലെ തന്നെ ടേപ്പ്. ഇതിന് വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഈ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം തന്നെ നമ്മൾ 2 മീറ്ററിലുള്ള ഓരോ പീസുകളാക്കിയിട്ട് മാക്രൈം മുറിക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളാണിത്. ഇതിപ്പോൾ 1 മീറ്റർ, ഇതിപ്പോൾ ഇങ്ങനെയാണ്. അതായത് 2 മീറ്ററുള്ള ഓരോ പീസുകൾ ഇതുപോലെ മുറിച്ച് വെക്കണം. അങ്ങനത്തെ 3 പീസുകൾ ഉണ്ടായിരുന്നു. ഇത് ഓരോന്നും 2 മീറ്ററാണ്. ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, അതുപോലെ തന്നെ ഇത് 2 മീറ്റർ. ഈ 3 റോപ്പും കൂടി ഇങ്ങനെ പിടിക്കണം. ഈ പോർഷനാണ് നമ്മൾ എവിടെയാണെങ്കിൽ കൊളത്തിയിടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ പോർഷൻ മാത്രം ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇത് ഭയങ്കര സ്പെഷ്യൽ കെട്ടൊന്നുമല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യണ പോലത്തെ ഒരു കെട്ടിട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ എവിടെയെങ്കിലും കൊളുത്തിയിടുന്ന ഭാഗം. എവിടെയെങ്കിലും ഈ കൊളുത്ത് ഇട്ടതിന് ശേഷം വേണം ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ കൊളുത്തിയിട്ടതിന് ശേഷം ഓരോ റോപ്പിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ബീഡ്സ് കയറ്റുക. ഈ ബീഡ്സ് നിർബന്ധമൊന്നുമല്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇടുന്നേ ഉള്ളൂ. എല്ലാ റോപ്പിലും ഇതുപോലെ ബീഡ്സ് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് നമ്മൾ 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ പോർഷനിലാണ് അടുത്ത നമ്മുടെ ചട്ടി വെക്കുന്ന പോർഷൻ. അപ്പം ഞാൻ ഇവിടെയാണ് കെട്ടിക്കൊടുക്കുന്നത്. മൂന്ന് കെട്ടുകളും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും, ശ്രദ്ധിക്കണം. ഈ 3 കെട്ടുകളും സെയിം ലെവലിലാണ്. അതിനുശേഷം ഓരോ ടൈ ചെയ്ത ഈ റോപ്പിൻ്റെ ഇതിൽ നിന്നൊന്നുമായിട്ട് എടുക്കാം. അതിനുശേഷം എത്ര വലിയ ചട്ടിയാണോ, ഇപ്പോൾ ഏകദേശം ഇത്ര പോകുന്ന ചട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് അടുത്ത ടൈ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എൻ്റെ ചെറിയ ചട്ടിയാണ്, നമ്മുടെ വലുതാണെങ്കിൽ അതിനനുസരിച്ച് നീളം പോകണം. വലിയ ചട്ടിയാണെങ്കിൽ അത്രയും നീളത്തിലിടുക. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ അതിന് ഏകദേശം പറ്റാവുന്ന തരത്തിൽ ഒരു ടൈ ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇങ്ങനെ വരും. അതിനുശേഷം നമുക്ക് ലാസ്റ്റത്തെ നോട്ടിട്ട് ഈ ഒരു പോർഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ ചട്ടി ഇരിക്കുക. അതിനുശേഷം ചട്ടിയുടെ ബേസാണ് നമ്മൾ ഇവിടെ കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്ലാൻ ഹാങ്ങർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചട്ടി വെച്ച് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ഹാങ്ങറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.